بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, സൂറത്തു നാസിആത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ 26 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. 27 മുതൽ ഈ സൂറത്തിൻ്റെ അവസാനം 46 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ സൂറത്തിൻ്റെ മഖ്സിദ്, ഈ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്തായിരുന്നു? തഹ്വീലു അംരിൽ ആഖിറ, ആഖിറത്തിൻ്റെ ഗൗരവം, പ്രാധാന്യം മനസ്സിലാക്കുക. അതുപോലെ വൽഹസ്സു അല അഖ്ദിൽ ഇബ്ര, ഖുർആൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിൽ നിന്നുള്ള ഗുണപാഠം ഉൾക്കൊള്ളാൻ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുക, ഓർമ്മിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഈ സൂറത്തിൽ മുഴച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവസാനമായി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയിൽ നിന്നുള്ളൊരു ഭാഗം, അതായിരുന്നു അവസാനമായി നമ്മൾ വായിച്ച ആയത്തുകൾ പരാമർശിച്ചിരുന്ന വിഷയം. അടുത്തതായി എന്താണ് അല്ലാഹു തആല പറയുന്നത്? അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ. അവിടെ മുതൽ താഴേക്കുള്ള ആയത്തുകൾ നോക്കാം. ഇപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാ, നിങ്ങളാണോ അതല്ല ആകാശമാണോ കൂടുതൽ പ്രയാസമുള്ള സൃഷ്ടിക്കാൻ കൂടുതൽ പ്രയാസമുള്ള സൃഷ്ടി, കൂടുതൽ വലുത് നിങ്ങളാണോ അതല്ല ആകാശമാണോ? അപ്പോൾ ഈ ചോദ്യവും തൊട്ട് മുമ്പ് പറഞ്ഞ സംഭവങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ഫിർഔൻ്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ആയത്തുകൾ പറഞ്ഞത്. അതിനുശേഷം എന്തുകൊണ്ടാണ് ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞത്? മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. അത് തമ്മിലുള്ള ബന്ധം, മുനാസബത്ത് എന്ന് പറയുന്നത്, കഴിഞ്ഞ ആയത്തുകളിൽ മക്കാ മുശ്രിക്കുകൾക്കൊരു താക്കീതാണ് നൽകിയത്. പരലോകത്ത് നിഷേധിക്കുന്നവരായ മക്കയിലെ മുശ്രിക്കുകളോട് അവരുടെ അതേ മാർഗത്തിൽ ജീവിച്ചിരുന്ന, അവരെപ്പോലെ നിഷേധിയായിരുന്ന ഫിർഔനെ അള്ളാഹു ശിക്ഷിച്ചത് അള്ളാഹു ഓർമ്മിപ്പിച്ചു. ഇതുപോലെയുള്ള ശിക്ഷ നിങ്ങൾക്കും വരാനുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് താക്കീത് നൽകി. അങ്ങനെ അവരുടെ ഈ നിഷേധത്തിന് ഒരു താക്കീത് നൽകിയതിന് ശേഷം പിന്നെ ആ നിഷേധത്തിന് യുക്തിപരമായ മറുപടി കൂടി പറയുകയാണ്. നിങ്ങൾ നിഷേധിക്കുന്ന ഈ പരലോകം അത് സംഭവിക്കാനുള്ളതാണ് എന്നതിൻ്റെ ചില തെളിവുകൾ അടുത്ത ആയത്തുകളിൽ പറയുകയാണ്. അതാണ് ഈ രണ്ട് വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇനി നമുക്ക് ഗരീബായ വാക്കുകൾ നോക്കാം. സാധാരണ പ്രയോഗത്തിലില്ലാത്ത പദങ്ങൾ ഈ ഒരു പേജിൽ കാണുന്ന വാക്കുകൾ. ഒന്ന്, ആകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റഫ സംഖഹ എന്ന് പറഞ്ഞു. അതിൻ്റെ സംഖ് ഉയർത്തിയിരിക്കുന്നു. സംഖ് എന്ന് പറഞ്ഞാൽ സഖഫ് എന്നാണ് അറബിയിൽ അർത്ഥം. സഖഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര. അപ്പോൾ ആകാശത്തിൻ്റെ ആ മേൽക്കൂര അത് അള്ളാഹു ഉയർത്തിയിരിക്കുന്നു, അഥവാ ആകാശം ഉയരമുള്ളതാക്കിയിരിക്കുന്നു എന്നർത്ഥം. അതുപോലെ അഗ്ത്വശ ലൈലഹ, രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഗ്ത്വശ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അഗ്ത്വശ എന്ന് പറഞ്ഞാൽ അദ്ലമ, ഇരുട്ടുള്ളതാക്കി എന്നർത്ഥം. അതുപോലെ ദഹാഹ എന്നൊരു വാക്കുണ്ട്. ദഹ എന്ന് പറഞ്ഞാൽ മദ്ദ, നീട്ടി, ബസഫ, പരത്തി എന്നൊക്കെ ആണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുപോലെ പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വൽ ജിബാല അർസാഹ, അർസ എന്ന് പറഞ്ഞാൽ അസ്ബതഹ, അസ്ബത ഉറപ്പിച്ചു എന്നാണ് അർത്ഥം. അർസ എന്ന് പറഞ്ഞാൽ അതുണ്ടായത് റസ എന്നുള്ളൊരു ഫെയിലിൽ നിന്നാണ്. റസ എന്ന് പറഞ്ഞാൽ സബത്ത, ഉറച്ചു എന്നാണ്. അത് നമ്മൾ സർഫിൽ പറഞ്ഞിട്ടുണ്ട്. ഫഅല എന്നതിന് മുമ്പ് ഹംസ വന്നാൽ അഫ്അല എന്നാകും. അപ്പോൾ അർത്ഥത്തിൽ വരുന്ന മാറ്റം എന്താണ്? ഒരു പ്രവൃത്തി മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നർത്ഥം വരും. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. അദ്ഖല എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പ്രവേശിപ്പിച്ചു. ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി, പുറത്തുപോയി. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി. അതുപോലെ റസ എന്ന് പറഞ്ഞാൽ സബത്ത, ഒരു സ്ഥലത്ത് ഒരു വസ്തു ഉറച്ചു നിന്നു. അസ്ബത എന്നർത്ഥമാണ് അർസ എന്ന് പറഞ്ഞാൽ. അടുത്തതായി അത്വാമ്മ എന്നുള്ള വാക്ക് അന്ത്യദിനത്തെക്കുറിച്ച് വർണ്ണിച്ചതാണ്. അന്ത്യദിനത്തെക്കുറിച്ച് പറഞ്ഞൊരു സിഫത്താണ് അത്വാമ്മ. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത്വാമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തൊമ്മ എന്ന ഫെയിലിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഇസ്മുൽ ഫായിലാണ്. തൊമ്മ എന്ന് പറഞ്ഞാൽ ഗമറ, വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും തൊമ്മൽ മാ എന്ന് പറഞ്ഞാൽ ഗമറൽ മാ, വെള്ളം വല്ല വെള്ളപ്പൊക്കമോ
കടുത്ത മഴയൊക്കെ ഉണ്ടായിട്ട് വെള്ളം എല്ലാത്തിനെയും മൂടിക്കളയുന്നതിനാണ് അങ്ങനെ പ്രയോഗിക്കുക. അപ്പോൾ എല്ലാത്തിനെയും മൂടുന്ന, എല്ലാത്തിനെയും ബാധിക്കുന്ന സംഭവം എന്നർത്ഥം. അടുത്തൊരു വാക്ക് ത്വഗ എന്നുള്ള വാക്കുണ്ട്. അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പരിധി വിട്ടുകൊണ്ട് ധിക്കാരം പ്രവർത്തിക്കുക. ആസറ എന്ന് പറഞ്ഞാൽ ഖദ്ദമ, കൂടുതൽ പ്രാധാന്യം നൽകുക, മുൻഗണന കൊടുക്കുക. ആസറ, ഒന്നിന് മറ്റൊന്നിനേക്കാൾ മുൻഗണന കൊടുക്കുക. ദുനിയാവിന് മുൻഗണന കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ ആയത്തിൽ ഉപയോഗിച്ച വാക്കാണ്. അതുപോലെ അൽ മഅ്വ, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അൽ മഅ്വ എന്ന് പറഞ്ഞു. എന്താണ് മഅ്വ എന്ന് പറഞ്ഞാൽ? അൽ മസ്കൻ, താമസിക്കുന്ന സ്ഥലം, അൽ മുസ്തഖർ, സ്ഥിരമായി കഴിയുന്ന സ്ഥലം എന്നൊക്കെ അർത്ഥം. അടുത്തതായി ഹവ എന്നൊരു വാക്കുണ്ട്. സാധാരണ ഖുർആനിലും ഹദീസിലൊക്കെ ആവർത്തിക്കപ്പെട്ടുള്ള വാക്കാണ്. എന്താണ് ഹവ എന്ന് പറഞ്ഞാൽ? ഹവ എന്ന് പറഞ്ഞാൽ അൽ മൈലു ഇല ഷഹ്വ, നമ്മുടെ ദേഹേച്ഛകളിലേക്ക് ചായ്വ് കാണിക്കുക, അതിൻ്റെ പിന്നാലെ പോവുക, നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുക. അതാണ് ഹവ എന്ന് പറയുന്നത്. ആ വാക്കിൻ്റെ അസ്ല്, അടിസ്ഥാനം ഹ വ യ എന്നുള്ള 3 അക്ഷരങ്ങളാണ്. നമസ്കാരത്തിനെ പറ്റി പറയുന്ന ഹദീസിലൊക്കെ സുജൂദിനെ കുറിച്ച് പറയുമ്പോൾ സുമ്മ ഹവ ഇല സുജൂദി, അല്ലെങ്കിൽ സുമ്മ അഹ്വ സാജിദൻ, സുജൂദിലേക്ക് വീണു. അപ്പോൾ ഹവ എന്ന് പറഞ്ഞാൽ വീണു എന്നാണ് അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടാണ് ഹവക്ക് ഈ പേര് വന്നത്? ഹവ എന്തു ചെയ്യും? പല അപകടങ്ങളിലും വീഴ്ത്തും. അതുകൊണ്ടാണ് ഹവക്ക് ഹവ എന്നുള്ള പേര് വന്നത്. അടുത്തത് ബാക്കിയൊക്കെ പരിചയമുള്ള വാക്കുകൾ തന്നെയാണ്. അൽ അഷിയ, അഷിയ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, അസറിന് ശേഷമുള്ള സമയത്തിനാണ് അഷിയത്ത് എന്ന് പറയാം. ളുഹ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതാണ്, രാവിലെ ഫജ്ർ കഴിഞ്ഞിട്ട് ഉള്ള സമയം. ഇനി നമുക്ക് ഈ സൂറത്തിൽ ഓരോ ആയത്തുകളായി, ഈ പറഞ്ഞ ആയത്തുകൾ ഓരോന്നായി നോക്കാം. അഅൻതും അശദ്ദു ഖൽഖൻ, നിങ്ങളാണോ കൂടുതൽ പ്രയാസമുള്ള സൃഷ്ടി, അമിസ്സമാ, അതല്ല ആകാശമാണോ? അള്ളാഹുവിന് മനുഷ്യനെ സൃഷ്ടിക്കാനും പ്രയാസമില്ല, ആകാശത്തെ സൃഷ്ടിക്കാനും പ്രയാസമില്ല. പക്ഷേ അങ്ങനെ പ്രയാസം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഏതാണ് കൂടുതൽ പ്രയാസമുണ്ടാവുക? ആകാശമായിരിക്കും. അപ്പോൾ ആ ആകാശത്തെ സൃഷ്ടിച്ചവന് നിങ്ങളെ രണ്ടാമത് സൃഷ്ടിക്കുക എന്നുള്ളത് നിസ്സാരമാണ് എന്നർത്ഥം. നമ്മൾ സൂറത്തുൽ നബയിൽ അമ്മയത്തെ സാലൂൻ എന്ന സൂറത്തിൽ പറഞ്ഞിരുന്നു, അള്ളാഹു താല ബാസിന്, മരണാനന്തര ജീവിതത്തിനുള്ള തെളിവുകളായി ഖുർആനിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആവർത്തിച്ച് പറയുന്ന തെളിവുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഈ 4 ഒന്നായിരിക്കും, 4 വേർതിരിക്കാൻ പറ്റും. അതിലൊന്നാണ് ആകാശഭൂമികളെ സൃഷ്ടിപ്പ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവന് നിങ്ങളെ ഒന്നുകൂടി സൃഷ്ടിക്കുക എന്നുള്ളത് നിസ്സാരമാണ് എന്നർത്ഥം. അപ്പോൾ ഈ ചോദ്യം അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അറിയാൻ വേണ്ടിയാണോ ചോദിക്കുന്നത്? നമ്മൾ സാധാരണ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അറിയാൻ വേണ്ടിയാണ് ചോദിക്കുക. പക്ഷെ അതിനു വേണ്ടിയാണ് അള്ളാഹു ചോദിക്കുന്നത്? അല്ല. ഇതിന് സുആലു തഖരീർ എന്ന് പറയും, ഒരു കാര്യം ഉറപ്പിക്കാനുള്ള ചോദ്യം. നമ്മുടെ മക്കളോട് ചിലപ്പോൾ സംസാരിക്കും, എന്തു പറയും? ഞാനല്ലേ എൻ്റെ ഒപ്പ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? സംശയം ഉണ്ടായിട്ടല്ലല്ലോ. അതുപോലെ അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ, അത് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ആകാശത്തെ അവൻ സൃഷ്ടിച്ചതാണ്. അങ്ങനെയുള്ളവന് മരണശേഷം മനുഷ്യനെ ജീവിപ്പിക്കുക എന്നുള്ളത് നിസ്സാരമാണ്. ഇത് ഞാൻ പറഞ്ഞു, ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല മരണാനന്തര ജീവിതത്തിൻ്റെ തെളിവായി പറഞ്ഞ കാര്യമാണ്. സൂറത്ത് യാസീനിലെ ആയത്ത് നമുക്കറിയാം, അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ആകാശഭൂമികളെ സൃഷ്ടിച്ചവന് അവരെ രണ്ടാമത് സൃഷ്ടിക്കുക എന്നുള്ളത്, അവരെപ്പോലെയുള്ള ഒന്നിനെ, അഥവാ അവരെ തന്നെ മരണാനന്തരം വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത് സാധിക്കുകയില്ലേ? ബല വഹുവൽ ഖല്ലാഖുൽ അലീം. അതുപോലെ തന്നെ സൂറത്തു സാഫാത്തിൽ പറഞ്ഞു, ഫസ്തഫ്തിഹിം, നീ അവരോട് ചോദിക്കുക, അഹും അശദ്ദു ഖൽഖൻ അമിസ്സമ, അവരാണോ കൂടുതൽ വലിയ സൃഷ്ടി, അതല്ല ആകാശമാണോ? ഇന്ന ഖലഖ്നാഹും മിൻ തീനിൻ ലാസിബ്, മണ്ണിൽ നിന്നാണ് അവരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തു ഗാഫിറിൽ പറഞ്ഞു, ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിൻ നാസ്, വ്യക്തമായി പറഞ്ഞു ആകാശഭൂമികളാണ് മനുഷ്യനേക്കാളും വലിയ സൃഷ്ടി. അപ്പോൾ ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. അടുത്ത ആയത്ത്, റഫഅ സംകഹ ഫസവ്വാഹ, ആ ആകാശത്തെ അവൻ ഉയർത്തിയിരിക്കുന്നു, അതിൻ്റെ മേൽക്കൂര അതിനെ ഉയർത്തിയിരിക്കുന്നു. ഫസവ്വാഹ, എന്നിട്ട് അതിനെ നേരെയാക്കിയിരിക്കുന്നു, ഒരു വിടവില്ലാത്ത രീതിയിൽ, ഒരു ന്യൂനതയുമില്ലാത്ത രീതിയിൽ നേരെയാക്കിയിരിക്കുന്നു. അപ്പോൾ ആകാശത്തിൻ്റെ ഈ ഉയർച്ച, അതിൻ്റെ ഈ ഉയരം, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണ്?
നമുക്കറിയാം ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നിർമ്മിക്കുകയാണെങ്കിൽ, ഒരു വീടോ കെട്ടിടമോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രയാസം കൂടും. ഒരു വീട് വളരെ ഉയരത്തിലുണ്ടാക്കണമെങ്കിൽ വലിയ കൊട്ടാരം, വലിയ ഒരു കോട്ട, അതതിൻ്റെ ഉയരം കൂട്ടുന്നതിനനുസരിച്ച് വലിയ തൂണുകൾ വേണ്ടി വരും. എന്നാൽ അള്ളാഹു തആല ഒരു തൂണുമില്ലാതെ ആകാശം ഇത്ര ഉയരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അക്കാര്യം പല സൂറത്തുകളിലും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് റാദിൽ പറയുന്നു, അല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാവുന്ന തരത്തിലുള്ള ഒരു തൂണുമില്ലാതെ ആകാശത്തെ സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു തആല. അതുപോലെ അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, അള്ളാഹുവിൻ്റെ ഈ ആകാശം എന്ന സൃഷ്ടിപ്പിൽ ഒരു ന്യൂനതയും നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അത് ഈ ആകാശത്തിൻ്റെ ഫസവ്വാഹ, അതിനെ ശരിയാക്കി എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമാണ്. ഇങ്ങനെ പല സൂറത്തുകളിലും കാണാൻ സാധിക്കും. വജഅൽന അസ്സമാഅ സഖഫൻ മഹ്ഫൂദ, സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറഞ്ഞു, സംരക്ഷിക്കപ്പെട്ട ഒരു മേൽക്കൂരയാക്കിയിരിക്കുന്നു. അഥവാ ആകാശത്തു നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്ത വിധത്തിൽ അല്ലാഹു തആല സംരക്ഷിച്ച് ആകാശത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. റഫഅ സംകഹ ഫസവ്വാഹ വഅഗ്തശ ലൈലഹ, വഅഗ്തശ ലൈലഹ, അതിൻ്റെ രാത്രിയെ അവൻ ഇരുട്ടുള്ളതാക്കിയിരിക്കുന്നു. വഅഖ്റജ ളുഹാഹ, അതിൻ്റെ ഈ പൂർവാഹന സമയത്തെ അവൻ പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നു, പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് വളരെ വ്യക്തമാണ്. അല്ലാഹു തആല രാത്രി ഇരുട്ടാക്കി, അതുപോലെ തന്നെ രാവിലെ വെളിച്ചമുണ്ടാക്കി. ഇത് വേറെയും സൂറത്തുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ ഒരു തെളിവായി, ഉദാഹരണമായി വല്ലൈലി ഇദാ യഗ്ഷാ എന്ന് പറഞ്ഞു. എന്താണ് ഈ അത് എന്ന് പറയുന്നത്? അറബിയിൽ ഇങ്ങനെ ഒരു ലമീർ, ഒരു സർവനാമം, പ്രോനൗൺ ഉപയോഗിച്ചാൽ തൊട്ടടുത്തുള്ള ഇസ്മ ഏതാണോ, വ്യക്തമായി പറഞ്ഞ നാമം ഏതാണോ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്, എന്തിനെക്കുറിച്ചാണ്? നമ്മളെല്ലാ ഭാഷയിലുള്ള നിയമമാണ്. നമ്മളൊരു സംസാരം, അതിൻ്റെ ഇടയിൽ അവനെന്നോ അവളെന്നോ അതെന്നോ ഇതെന്നൊക്കെ പറഞ്ഞാൽ അതെന്താണെന്നാണ് മനസ്സിലാക്കുക. അതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ ഇവിടെ എന്താണ്? സമാ ആണ്. സമാ മുഅന്നസാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആകാശത്തിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? ഈ രാത്രി എന്നത് ആകാശത്താണോ രാത്രി ഉണ്ടാകുന്നത്? അതിന് ആകാശത്തിൻ്റെ ഉടമസ്ഥതയുള്ളതാണോ രാത്രി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? രാത്രിയെക്കുറിച്ചും ളുഹയെക്കുറിച്ചും പറഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ രാത്രി, ആകാശത്തിൻ്റെ ളുഹ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? രാത്രിയും പകലും മാറി വരുന്നത് സൂര്യൻ്റെ ചലനം കൊണ്ടാണ് എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സൂര്യൻ എന്ന് പറയുന്നത് ആകാശത്തുള്ള സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ലൈലഹ വളുഹാഹ എന്നൊക്കെ ഉപയോഗിച്ചത്. അടുത്ത ആയത്ത് വൽ അർദ ബഅദ ദാലിക ദഹാഹ, അത് കഴിഞ്ഞ്, ഏത് കഴിഞ്ഞ്? ആകാശത്തെ സൃഷ്ടിച്ച് കഴിഞ്ഞ്, അതുപോലെ ആകാശത്തെ ശരിയാക്കി, അതിൽ സൂര്യനെ ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷം വൽ അർദ ബഅദ ദാലിക, അതിന് ശേഷം ഭൂമിയെ ദഹാഹ. ദഹ എന്ന് പറഞ്ഞാൽ ദഹ്വുൻ എന്ന് പറയുന്ന മസ്ദറിൽ നിന്നുണ്ടായിട്ടുള്ള ഫെയിലാണ്. എന്താണ് ദഹ എന്ന് പറഞ്ഞാൽ? ബസത, പരത്തി, മഹദ, സജ്ജമാക്കി, ജീവിക്കാൻ, മനുഷ്യൻ ജീവിക്കാൻ ഭാഗമാക്കി എന്നർത്ഥം. വൽ അർദ ബഅദ ദാലിക ദഹാഹ. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ആയത്ത് വന്നത്? ഇതിൻ്റെ മുനാസബത്ത് എന്താണ്? വളരെ വ്യക്തമാണ്. ആകാശത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. വൽ അർദ ബഅദ ദാലിക ദഹാഹ. ഇവിടെ ഒരു സംശയത്തിന് വകുപ്പുണ്ട്. എന്താണ്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറെ ചില സൂറത്തുകളിൽ, സൂറത്തുൽ ബഖറയിലും അതുപോലെ സൂറത്ത് ഫുസ്സിലത്തിലൊക്കെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ഭൂമിയെ സൃഷ്ടിച്ചു, പിന്നെ ആകാശത്തെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, അവനാകുന്നു ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. സുമ്മസ്തവ ഇലസ്സമായി, പിന്നീട് ആകാശത്തിന് നേർക്ക് തിരിഞ്ഞു. ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത്, 7 ആകാശങ്ങളായി സൃഷ്ടിച്ചു. അതുപോലെ സൂറത്ത് ഫുസ്സിലത്തിൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ ഫീ യൗമൈനി, 2 ദിവസം കൊണ്ട് ഭൂമി സൃഷ്ടിച്ചവനെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്ന് ചോദിച്ചു. അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ ഫീ യൗമൈനി വതജഅലൂന ലഹു അൻദാദ ദാലിക റബ്ബുൽ ആലമീൻ വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ, അതിലവൻ പർവ്വതങ്ങൾ സജ്ജീകരിച്ചു. വബാറക ഫീഹ, അതിൽ ബർക്കത്ത് ചെയ്തു. വഖദ്ദറ ഫീഹ അഖ്വാതഹ, അതിൽ വേണ്ട ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി.
വഖദ്ദറ ഫീഹ അഖ്വാതഹ ഫി അർബഅത്തി അയ്യാമിൻ സവാഇൻ ലിസ്സായിലിൻ സുമ്മ ഇസ്തവ ഇല സമാ, പിന്നെ ആകാശത്തിന് നേർക്ക് തിരിഞ്ഞു. വഹിയ ദുഖാനുൻ ഫഖാല ലഹാ വലിൽ അർദി ഇത്തിയാ തൗഅൻ വകർഹൻ ഖാലതാ അതീന തായിഈൻ. സൂറത്ത് ഫുസ്സിലത്ത്. അപ്പോൾ ഈ പറഞ്ഞതിന് എതിരല്ലേ ഇവിടെ ആകാശത്തെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് വൽ അർള ബഅദ ദാലിക, അതിന് ശേഷം എന്ന് വ്യക്തമായി പറഞ്ഞു. ഇവിടെ പറയുന്നത് ആദ്യം ആകാശം പിന്നെ ഭൂമി. ബഖറയിലും ഫുസ്സിലത്തിലും പറയുന്നത് ആദ്യം ഭൂമി പിന്നെ ആകാശം. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് വിശദീകരിക്കുക നമ്മൾ? ആർക്കെങ്കിലും അറിയോ? ഇതിന് മറുപടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, സൂറത്ത് ഫുസ്സിലത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, ആദ്യം ഭൂമി പിന്നെ ആകാശം എന്ന് പറഞ്ഞു. നാസിയാത്തിൽ ആദ്യം ആകാശം പിന്നെ ഭൂമി. അപ്പം അദ്ദേഹം പറഞ്ഞത് അന്നല്ലാഹ തആല ഖലഖൽ അർദ അവ്വലൻ ഖബ്ല അസ്സമാ, ആദ്യം ഭൂമിയെ സൃഷ്ടിച്ചു. ഫുസ്സിലത്തിലും ബഖറയിലൊക്കെ പറഞ്ഞതുപോലെ. ഗൈറ മദ്ഹൂവ, പക്ഷേ അതിൻ്റെ ഈ ദഹ്വ് എന്ന് പറഞ്ഞ പ്രവൃത്തി നടന്നിട്ടില്ല. സുമ്മ ഇസ്തവ ഇല സമായി, പിന്നീട് ആകാശത്തിന് നേർക്ക് തിരിഞ്ഞു. ഫസവ്വാഹുന്ന സബ്അൻ ഫി യൗമൈനി, 2 ദിവസം കൊണ്ട് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു. സുമ്മ ദഹൽ അർള ബഅദ ദാലിക, അതിനുശേഷമാണ് ഭൂമിയെ സജ്ജീകരിച്ചത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ വേറെയും ഒരു സംശയത്തിന് സാധ്യതയുണ്ട്. അതെന്താ? ഇത്രയും പറഞ്ഞ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മറുപടിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ തോന്നും. ബഖറയിലെ ആയത്ത് എന്താണ്? ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലെ എല്ലാം സൃഷ്ടിച്ചു, പിന്നെയാണ് സുമ്മ ഇസ്തവ ഇല സമാ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഈ സജ്ജീകരണമൊക്കെ പെട്ടില്ലേ? അതിന് പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായ മറുപടിയാണ്. എന്താണ്? അറബിയിൽ അല്ലെങ്കിൽ ഖുർആനിൽ തന്നെ ഒരു വസ്തുവിൻ്റെ അസ്ല്, അതിൻ്റെ ആധാരം, അടിസ്ഥാനം, അതിനെ സൃഷ്ടിച്ചാൽ ആ വസ്തുവെ സൃഷ്ടിച്ചു എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാകും. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു തആല സൂറത്ത് ആറാഫിൽ പറയുന്നത് കാണാം, വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, പിന്നെ നിങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നു. സുമ്മ ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം, എന്നിട്ട് മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ആദമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷമാണോ? അല്ല, ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചതിന് ശേഷമാണ്. അപ്പോൾ അവിടെ സൃഷ്ടിക്കുകയും രൂപം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞത് ആരെ സൃഷ്ടിക്കുകയും ആർക്ക് രൂപം നൽകുകയും ചെയ്തതാണ്? ആദം അലൈഹി ഇസ്ലാമിന്. നമ്മുടെ അസ്ലാണ് ആദം അലൈഹി ഇസ്ലാം, നമ്മുടെ ഉപ്പയാണ്. അതുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ചതുപോലെയാണ്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതാണ് ഉദ്ദേശിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. അത് ഖുർആൻ്റെ ശൈലിയാണ്. ശരി, അടുത്ത ആയത്ത് അഖ്റജ മിൻഹ മാഅഹ വമർആഹ, ആ ഭൂമിയിൽ നിന്നവൻ വെള്ളവും അതുപോലെ മർആ മേച്ചിൽപ്പുറങ്ങളും പുറത്തു കൊണ്ടുവന്നു. വെള്ളം ഉണ്ടാക്കി, പുല്ലും അതുപോലെ കന്നുകാലികൾ മേയുന്ന, അതുപോലെ എല്ലാ വിധത്തിലുള്ള ചെടികളും സസ്യലതാദികളും അല്ലാഹു മുളപ്പിച്ചു. അഖ്റജ മിൻഹ മാഅഹ വമർആഹ. ഇത് പറയാനുള്ള സാഹചര്യം എന്താണ്? ഇതിൻ്റെ മുനാസബത്ത് എന്താണ്? ദഹാഹ എന്ന് പറഞ്ഞു അല്ലേ? ഭൂമിയെ സൃഷ്ടിച്ച് അതിനെ സജ്ജീകരിച്ചു. അപ്പോൾ ഈ സജ്ജീകരണം പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? സജ്ജീകരിക്കുന്നത് എന്തിനാണ്? മനുഷ്യന് ജീവിക്കാൻ. അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ എന്ത് വേണം? വെള്ളം വേണം, അതുപോലെ തന്നെ ചെടികൾ വേണം. അതാണ് അടുത്ത ആയത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ള കാരണം. അടുത്ത ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് വ അഖ്റജ മിൻഹ എന്ന് പറയാതിരുന്നത്? നേരത്തെയൊക്കെ ആകാശത്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് വ അഗ്തശ ലൈലഹ വ അഖ്റജ ദുഹാഹ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭൂമിയെ ദഹാഹ എന്ന് പറഞ്ഞതിന് ശേഷം വ അഖ്റജ മിൻഹ മാഅഹ വമർആഹ എന്ന് പറയാതെ അഖ്റജ എന്ന് മാത്രം പറഞ്ഞ എന്തുകൊണ്ടാണ്? അതെ, ദഹാഹ എന്ന് പറഞ്ഞാൽ ഭൂമിയെ സജ്ജീകരിച്ചു. മഹദഹ ബസതഹ. ആ ദഹ്വ്, സജ്ജീകരിക്കൽ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. അതിൻ്റെ തഫ്സീറാണ്. അത് പുതിയൊരു പ്രവൃത്തിയല്ല. അതുകൊണ്ടാണ് അവിടെ വാവ് ഇല്ലാത്തത്. വൽ ജിബാല അർസാഹ. മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ വെള്ളത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് അഖ്റജ മിൻഹ മാഅഹ വമർആഹ, മർആഹ വമാഅഹ എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? വെള്ളമാണ് അടിസ്ഥാനം. വെള്ളമില്ലാതെ രണ്ടാമത്തത് ഉണ്ടാവുകയില്ല, മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാവുകയില്ല.
അടുത്തൊരു ചോദ്യം, അത് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ വെള്ളത്തെക്കുറിച്ചും അതുപോലെ കന്നുകാലികൾക്ക് തിന്നാനുള്ള മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ചും പറഞ്ഞു. മർആ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ മേയുന്ന സ്ഥലത്തിനാണ്, പുല്ലിനാണ് മർആ എന്ന് പറയാം. പക്ഷേ എല്ലാ ചെടികൾക്കും പറയാം, കാരണം ഒരു നിലക്ക് അതൊക്കെ കന്നുകാലികൾക്ക് തിന്നാൻ പറ്റുന്നതാണല്ലോ, ആക്കാൻ പറ്റുന്നതാണ് ഏത് ചെടികളും ഏത് കൃഷി വിളകളും. പക്ഷെ എന്നാലും എന്തുകൊണ്ട് മനുഷ്യൻ തിന്നുന്ന അൽ ഹുബൂബ് സിമാർ, ധാന്യങ്ങളും ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും പഴങ്ങളും അടക്കമുള്ള സിമാർ, അതിനെക്കുറിച്ച് പറയാതെ ഈ കന്നുകാലികളുടെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു? അതിനുള്ള കാരണം എന്താണ്? ഭൂമി താമസിക്കാൻ യോഗ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഭൂമിയെ താമസയോഗ്യമാക്കിയത് എന്ന് അടുത്ത ആയത്തിൽ വിശദീകരിക്കാൻ. അഖ്റജ മിൻഹ മഅഹ വമർആഹ, വെള്ളവും മേച്ചിൽപ്പുറങ്ങളും. അപ്പോൾ ഭൂമിയെ താമസയോഗ്യമാക്കി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് വെള്ളവും പഴങ്ങളും അല്ലെങ്കിൽ വെള്ളവും ധാന്യങ്ങളും ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് കന്നുകാലികളുടെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു? മനുഷ്യൻ്റെ ഭക്ഷണം അവിടെ അതറിയില്ല. മുഫസ്സിരിങ്ങൾ പറയുന്നത് എന്ത് മനസ്സിലാക്കാം? കന്നുകാലികൾക്കുള്ള ഭക്ഷണം ഒരുക്കിയെന്ന് പറഞ്ഞാൽ എന്തായാലും മനുഷ്യനുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടാകും, കാരണം കന്നുകാലികൾ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചെറുത് പറഞ്ഞാൽ അതെന്ന് മനസ്സിലാക്കാം, ഇതുവരെ സൃഷ്ടിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. കന്നുകാലികൾക്കുള്ള പുല്ല് വരെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നർത്ഥം. അതിനൊരു തെളിവ് അവിടെ കാണാൻ സാധിക്കും. മത്താ അല്ലക്കും വലിയ അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള ഭക്ഷണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും അതവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പുല്ല് വരെ സൃഷ്ടിച്ചവന് മനുഷ്യനുള്ള ഭക്ഷണം സൃഷ്ടിക്കാതിരിക്കുകയില്ല. വൽ ജിബാല അർസാഹ, പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്നു. അതും നിരവധി ആയത്തുകളിൽ നമുക്കറിയാം പർവ്വതങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നേരത്തെ നമ്മൾ സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്ത് പറഞ്ഞു, വജഅല ഫീഹ റവാസിയ മിൻ ഫൗഖിഹ, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അള്ളാഹു അവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഭൂമി ഉറച്ചു നിൽക്കാൻ വേണ്ടി. എന്താണ് അതിൻ്റെ ഒരു മുനാസബത്ത്? ഈ ഭൂമിയിലെ കന്നുകാലികളുടെ മേച്ചിൽപ്പുറങ്ങളും അതുപോലെ തന്നെ വെള്ളവും മറ്റുള്ള സൗകര്യങ്ങളും മനുഷ്യന് ജീവിക്കാൻ ഭൂമിയെ യോഗ്യമാക്കി എന്ന് പറഞ്ഞിട്ട് പർവ്വതങ്ങളെക്കുറിച്ച് പറയാൻ കാരണം, ഈ ജീവിതം ഇവിടെ നിലനിൽക്കണമെങ്കിൽ, മനുഷ്യവാസം ഭൂമിയുടെ മുകളിൽ നിലനിൽക്കണമെങ്കിൽ ഭൂമി ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല പർവ്വതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മതാ അല്ലക്കും വലി അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള ഭക്ഷണമായിക്കൊണ്ട്. അപ്പോൾ മതാ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ഉപയോഗിക്കാനുള്ള വസ്തുവിനാണ് മതാ എന്ന് പറയാം. നമ്മൾ യാത്രയിൽ കൊണ്ടുപോകുന്ന ലഗേജിന് മതാ എന്നാണ് പറയുക. അപ്പോൾ ദുനിയാവിലെ ജീവിതം നശ്വരമാണ്. അത് ഈ ജീവിതം തുടങ്ങിയ സമയത്ത് തന്നെ അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്താണ് പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ? വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതാണ്, ഈ ഭൂമിയിലേക്ക് പോകുന്നത് തന്നെ കുറച്ച് കാലത്തേക്കുള്ള മതാ ഉപയോഗിച്ചത് അത് തീരുമ്പോൾ അവസാനിക്കാനുള്ളതാണ്. അടുത്ത ആയത്ത് ഫഇദാ ജാഅത്തി ത്താമ്മത്തുൽ കുബ്ര. നമ്മൾ പറഞ്ഞു അത്താമ്മ എന്ന് പറഞ്ഞാൽ അല്ലദി യതുമ്മു, എല്ലാത്തിനെയും ബാധിക്കുന്നത്, എല്ലാത്തിനെയും മൂടി പൊതിയുന്നത്, ഒന്നിനെയും വിട്ടുപോകാത്തത്, അതാണ് അർത്ഥം. അപ്പോൾ അന്ത്യദിനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫൈദ ജാഅത്തി ത്താമ്മത്തുൽ കുബ്ര, ഏറ്റവും വലിയ ആ പൊതിയുന്ന സംഭവം അത് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? പുതിയൊരു വിഷയം വരികയാണ്, അന്ത്യദിനത്തെക്കുറിച്ച് പറയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം അന്ത്യദിനത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ് അതിൻ്റെ പരസ്പര ബന്ധം? പരസ്പര ബന്ധം എന്ന് പറഞ്ഞാൽ പരലോക ജീവിതത്തിൻ്റെ സാധ്യത, അത് സംഭവിക്കാനുള്ള ബുദ്ധിപരമായ സാധ്യത തെളിയിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സംഭവത്തെക്കുറിച്ച് പറയാണ്. പരലോകം എന്നുള്ളത് വരാൻ സാധ്യതയുള്ളതാണ്. സാധ്യത എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി അഖലിയായി നോക്കുമ്പോൾ സാധ്യതയില്ലാത്ത കാര്യമല്ല, 100% സാധ്യതയുള്ളതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ സംഭവം എന്താണ് എന്ന് പിന്നെ വിശദീകരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഫഇദാ ജാഅത്തി ത്താമ്മത്തുൽ കുബ്ര, ആ വലിയ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വലിയ സംഭവം എന്ന് പറയുന്നതിന് രണ്ടർത്ഥം പറയാൻ പറ്റും. ഒന്ന്, സാധാരണ ദുനിയാവിൽ നമ്മൾ കാണുന്ന മുസീബത്തുകളെ അപേക്ഷിച്ച് വലിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ അന്ത്യദിനത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ, ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ മരണം,
അതുപോലെയുള്ള കാര്യങ്ങൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ആ സൂറിലുള്ള ഊത്ത് എന്ന് പറയുന്നത് വലിയ സംഭവമായിരിക്കും. അപ്പോൾ അങ്ങനെ വലിയ എല്ലാ സൃഷ്ടിജാലങ്ങളെയും ബാധിക്കുന്ന ഒരു സംഭവമായിരിക്കും അന്ത്യദിനമെന്ന് പറയുന്നത്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അന്ന് മനുഷ്യൻ താൻ എന്താണ് സമ്പാദിച്ചത്, എന്താണ് പ്രവർത്തിച്ചത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും. അല്ല, എല്ലാ മനുഷ്യനും തൻ്റെ അമലുകളെക്കുറിച്ച് അന്ന് ചിന്തിക്കും, ചെയ്ത നന്മയും തിന്മയും. യതദക്കറു എന്ന് പറഞ്ഞാൽ മറന്നുപോയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിനാണ് യതദക്കറു എന്ന് പറയാം. അപ്പോൾ ദുനിയാവിൽ നമ്മൾ അമലുകൾ ചെയ്യുന്നു, അത് മറന്ന് അങ്ങനെ ജീവിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം ചെയ്ത തിന്മകൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഓർമ്മയില്ല. പക്ഷെ അന്ന് മനുഷ്യൻ ഓർക്കും. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, കാരണം തൻ്റെ അമലുകളുടെ പ്രതിഫലം അനുഭവിക്കാൻ പോവുകയാണ് എന്ന് ഉറപ്പാകും ഈ അന്ത്യദിനം കൺമുന്നിൽ കാണുമ്പോൾ. അപ്പോൾ മനുഷ്യൻ ഓർക്കും. ഇത് നിരവധി സൂറത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സൂറത്ത് ജുസ് അമ്മയിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു കാര്യം, അഥവാ മനുഷ്യൻ്റെ അമലുകൾ അതവൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും, നന്മയും തിന്മയുമായി അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ കാണും, അതിനെക്കുറിച്ച് ചിന്തിക്കും എന്നൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്. യൗമഇദി യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ ചിന്തിക്കും അന്നാ ലഹു ദിക്റ, പക്ഷേ അന്ന് ചിന്തിച്ചിട്ട് എന്താണ് കാര്യം. അതുപോലെ തന്നെ സൂറത്ത് നബയിൽ പറഞ്ഞു യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു, താൻ സമ്പാദിച്ചത് എന്താണ് എന്ന് മനുഷ്യൻ അന്ന് ആലോചിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് മുമ്പേ ആലോചിക്കണമെന്നാണ്, അന്നത്തേക്ക് നീട്ടിവെക്കരുത് എന്ന കാര്യം ഈ ജുസ്ഇൽ പല സൂറത്തുകളും ആവർത്തിച്ച് പറയുന്നത് കാണാം. അടുത്ത ആയത്ത് വബുർരിസത്തിൽ ജഹീമു ലിമൻ യറ. ബുർരിസ എന്ന് പറഞ്ഞാൽ ബർറസ എന്നുള്ള ഫിഅലിൻ്റെ മജ്ഹൂലായിട്ടുള്ള രൂപമാണ്. അതിൻ്റെ ഫായിലിനെ പറയാത്ത പാസീവായിട്ടുള്ള ഫോം. അപ്പോൾ ബർറസ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മുമ്പ് ബറസ എന്നൊരു ഫിഅലുണ്ട്. ബറസ എന്ന് പറഞ്ഞാൽ ലഹറ, പ്രകടമായി, അങ്ങനെ പ്രകടമാക്കി എന്നാണ് ബർറസ എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫഅല എന്നുള്ള രൂപത്തിൻ്റെ ഒരർത്ഥം അഫ്അലയെ പോലെ മറ്റൊരാളെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യിപ്പിച്ചു, സർഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ബർറസയുടെ അർത്ഥം. ബർറസ എന്ന് പറഞ്ഞാൽ അബ്റസ, മറ്റൊന്നിനെ പ്രകടമാക്കി. ബുർരിസ എന്ന് പറഞ്ഞാൽ പ്രകടമാക്കപ്പെട്ടു. വബുർരിസത്തിൽ ജഹീം, നരകം പ്രകടമാക്കപ്പെടും ലിമൻ യറ, കാണുന്നവർക്ക്. എന്തുകൊണ്ടാണ് ലിമൻ യറാഹ എന്ന് പറയാതിരുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ യറ എന്ന് പറഞ്ഞാൽ കാഴ്ചയുള്ളവർ എന്നാണ്. അത് കാഴ്ചയുള്ള എല്ലാവരും കാണും എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണുള്ളവരൊക്കെ കാണും. ശരി. അപ്പോൾ ബുർരിസത്തിൽ ജഹീമു ലിമൻ യറ, എല്ലാ മനുഷ്യർക്കും കാണാവുന്ന രൂപത്തിൽ നരകത്തെ അള്ളാഹു കൊണ്ടുവരും. ഇത് ഖുർആനിൽ അള്ളാഹു മറ്റു സൂറത്തുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നരകത്തെ പ്രദർശിപ്പിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച്. വജീ യൗമഇദിൻ ബി ജഹന്നം, നരകത്തെ അന്ന് കൊണ്ടുവരും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വ അന്നാ ലഹു ദിക്റ. അതുപോലെ ലതറവുന്നൽ ജഹീം, സൂറത്ത് ജുസ് അമ്മയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ. ലതറവുന്നൽ ജഹീം, ഈ ജഹീം നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ثم لترونها عين اليقين, നിങ്ങൾ ഉറപ്പായിട്ടും അത് കാണും, യാതൊരു സംശയവുമില്ലാത്ത നിലക്ക് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ നരകം കാണും. വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, സൂറത്ത് ശുഅറായിൽ പറഞ്ഞു. ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ വബുർരിസത്തിൽ ജന്നത്തു ലിൽ ഗാവീൻ, ധിക്കാരികളായ ആളുകൾക്ക് മുന്നിൽ നരകം പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ അവിടെ ഒരു സംശയമുണ്ട്. സൂറത്ത് ശുഅറായിൽ പറഞ്ഞത് വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, ധിക്കാരികളുടെ മുന്നിൽ നരകം പ്രദർശിപ്പിക്കുമെന്നാണ്. ഇവിടെ പറഞ്ഞത് വബുർരിസത്തിൽ ജഹീം ലിമൻ യറ, കാഴ്ചയുള്ളവർക്കെല്ലാം, മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും എല്ലാവരും കാണും എന്നാണ്. അവിടെ കാഫിര്യങ്ങൾ, ധിക്കാരികൾ മാത്രം കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തമ്മിൽ വൈരുദ്ധ്യമില്ലേ? എന്താ ഉത്തരം? നരകം പ്രദർശിപ്പിക്കുന്നത് ധിക്കാരികൾക്ക് വേണ്ടിയാണ്, പക്ഷേ മുഅ്മിനീങ്ങളത് കാണും, എല്ലാവരും കാണും. അവരെ പേടിപ്പിക്കാനും അവർക്കുള്ളൊരു ശിക്ഷയുമായിട്ടാണ് നരകത്തെ പ്രദർശിപ്പിക്കുന്നത്. ഇവിടെ കാണുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വബുർരിസത്തിൽ ജഹീമു ലിമൻ യറ, എല്ലാവരും, കാഴ്ചയുള്ളവരെല്ലാം നരകത്തെ കാണും. പക്ഷേ സൂറത്ത് ശുഅറായിൽ പറഞ്ഞത് വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, ധിക്കാരികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്, അവർക്ക് വേണ്ടിയാണ് നരകത്തെ പ്രദർശിപ്പിക്കുന്നത്. ഇതാണ് അതിനുള്ള മറുപടി. ഈ രംഗം, നരകത്തെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നരകത്തിൻ്റെ ഭയാനകത, നരകം എത്ര വലിയ സൃഷ്ടിയാണ്, എത്ര വലിയ അദാബാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന്
ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅ്താ ബി ജഹന്നമ യൗമഇദ്, അന്ന് നരകത്തെ കൊണ്ടുവരും, ലഹാ സബ്ഊന അൽഫി സിമാം, അതിന് നരകത്തിന് ലഹാ സബ്ഊന അൽഫ സിമാം, 70,000 ചങ്ങലകളുണ്ടായിരിക്കും. സിമാം എന്ന് പറഞ്ഞാൽ മൂക്ക് കയർ, മൃഗങ്ങളെയൊക്കെ കെട്ടിയിട്ടുള്ള കയർ. അങ്ങനെ 70,000 കയറുകൾ കൊണ്ട് അല്ലെങ്കിൽ ചങ്ങലകൾ കൊണ്ട് വലിച്ചായിരിക്കും നരകത്തെ കൊണ്ടുവരിക. മഅകുല്ലി സിമാമിൻ 70 അൽഫ മലക്ക്, ഓരോ ചങ്ങലയിലും പിടിക്കാൻ 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും. യജുറൂനഹ, അവർ വലിച്ചായിരിക്കും നരകം കൊണ്ടുവരിക. അപ്പോൾ നരകത്തിൻ്റെ ഭയാനകതയാത്തിൽ നിന്ന് മനസ്സിലാക്കാം. ബുർരിസത്തിൽ ജഹീമു ലിമൻ യറ, അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഫഅമ്മാ മൻ തഗാ, എന്നാൽ ആരാണോ ധിക്കാരിയായിരിക്കുന്നത്, പരിധി വിട്ട് പാപങ്ങൾ ചെയ്തിരിക്കുന്നത്, വആസറൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിലെ ജീവിതത്തിന് മുൻഗണന നൽകുകയും ചെയ്തിരിക്കുന്നത്, പാപങ്ങൾ ചെയ്യുകയും ദുനിയാവിന് മുൻഗണന കൊടുക്കുകയും ചെയ്തു. ദുനിയാവും തൻ്റെ ദീനും തമ്മിലെതിരായാൽ, ഒരു ഹറാമ് മുന്നിൽ കണ്ടാൽ അതുകൊണ്ട് എന്തെങ്കിലും ഭൗതിക നേട്ടമുണ്ടെങ്കിൽ, ലാഭമുണ്ടെങ്കിൽ അത് ചെയ്യും. അതുപോലെ അള്ളാഹു കൽപ്പിച്ച വാജിബാത്തുകൾ, നിർബന്ധമായ കാര്യങ്ങൾ, അതെന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് തടസ്സമായാൽ അത് ഉപേക്ഷിക്കും. അങ്ങനെ ജീവിച്ചവൻ ആരാണോ, ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ, അവൻ്റെ സങ്കേതം, അവൻ്റെ അൽമസ്കൻ, അൽ മഅ്വ എന്ന് പറഞ്ഞാൽ അവൻ താമസിക്കുന്ന സ്ഥലം, അൽ മുസ്തഖർ, സ്ഥിരമായി കഴിയുന്ന സ്ഥലം, അതൊക്കെ എന്തായിരിക്കും, അൽ ജഹീം, നരകമായിരിക്കും. അപ്പോൾ നരകത്തിലേക്കുള്ള വഴി ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുക, ദുനിയാവിന് പ്രാധാന്യം നൽകുക. വ അമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, നേരെ തിരിച്ച് ആരാണോ തൻ്റെ റബ്ബിൻ്റെ മഖാം, അതിനെ പേടിക്കുന്നത്. എന്താണ് മഖാമ റബ്ബിഹി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഖാം എന്ന് പറഞ്ഞാൽ ഖാമ എന്നതിൽ നിന്നുണ്ടായിട്ടുള്ള മസ്തറാണ്. ഖാമ യഖൂമു മഖാമൻ, ഖിയാമൻ എന്നർത്ഥം, നൃത്തം എന്നർത്ഥം. റബ്ബിൻ്റെ നൃത്തം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 2 അർത്ഥം അതിന് പറയാൻ സാധിക്കും, രണ്ടും ശരിയാണ്, പരസ്പര വിരുദ്ധമല്ല. ഒന്ന്, റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ പോയി നിൽക്കുന്ന നൃത്തം. രണ്ടാമത്തെ അർത്ഥം റബ്ബിൻ്റെ സ്ഥാനം, അള്ളാഹുവിൻ്റെ സ്ഥാനം, അള്ളാഹുവിൻ്റെ മഖാൻ, അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്ഥാനം, നമ്മുടെ റബ്ബാണ്, നമ്മെ നിരീക്ഷിക്കുന്നവനാണ് എന്നൊക്കെയുള്ള അള്ളാഹുവിൻ്റെ സ്ഥാനം. അതിനെ പേടിച്ചവൻ ആരാണോ, വനഹൻ നഫ്സ അനിൽ ഹവ, സ്വന്തം നഫ്സിനെ അതിൻ്റെ ഹവയിൽ നിന്ന് തടയുകയും ചെയ്തവൻ. ഹവയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് തോന്നുന്ന കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അതിൽ നിന്ന് സ്വന്തത്തെ തടയുകയും ചെയ്തത് ആരാണോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അവൻ്റെ സങ്കേതം സ്വർഗവുമായിരിക്കും, ജന്നത്തായിരിക്കും. അപ്പോൾ ഇവിടെ നരകാവകാശികളെക്കുറിച്ച് പറഞ്ഞിട്ട് സ്വർഗാവകാശികളെക്കുറിച്ച് പറയുന്നു. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, ദിക്റു ത്വാഗി ബഅദ ദിക്രി ത്വാഗി ദിക്റുൽ മുത്തഖി, ധിക്കാരിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മുത്തഖിയെക്കുറിച്ച് പറയുന്നു. ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, കിതാബൻ മുത്തശാബിഹൻ മസാനിയ, ഇരട്ടയായി കാര്യങ്ങൾ പറയുന്ന കിതാബാണ് വിശുദ്ധ ഖുർആൻ. ഈ 2 ആയത്തുകളിൽ അല്ലെങ്കിൽ ഈ 4 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗാവകാശി ആരാണ്? സ്വന്തം നഫ്സിനെ അതിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് തടയുക, അള്ളാഹുവിനെ പേടിക്കുക, അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ആ വാക്ക് നോക്കൂ, അബുല എന്ന് പറഞ്ഞാൽ അതെന്ത് മനസ്സിലാക്കാം? ഒരു പൂ പോലെ അല്ലെങ്കിൽ പച്ചപ്പുള്ള എന്തെങ്കിലും ഒരു വസ്തു പോലെ, അത് ഉണങ്ങിപ്പോകുന്നത് പോലെയാണ് യുവത്വം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ആ ഉപമയുടെ ഒരു ഉദ്ദേശം? ഇങ്ങനെയുള്ള പച്ചപ്പും പ്രസരിപ്പുമുള്ള വസ്തുക്കൾ, ഒരു നല്ല ഭംഗിയുള്ള പൂവ് അല്ലെങ്കിൽ ഒരു ഇല, അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ ആ ഭംഗി കാരണം ഇതൊന്നും ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നും. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാലോ വളരെ മോശമായ അവസ്ഥയായിരിക്കും അതിന് ഉണ്ടാവുക. നേമറിച്ച് ആദ്യം തന്നെ ഉണങ്ങിയൊരു വസ്തുവായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അല്ലെ, ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു ഉണങ്ങിയ കൊമ്പ്, അത് രാവിലെ ഉണങ്ങി നിൽക്കുന്നു, വൈകുന്നേരം ഉണങ്ങി നിൽക്കുന്നു. നേമറിച്ച് ഒരു പൂവ് രാവിലെ വളരെ ഭംഗിയുള്ളതായിരിക്കും, വൈകുന്നേരം ആകുമ്പോഴോ ആ ഉണങ്ങിയ പൂവ് അത് ഒരു കൊമ്പിൻ്റെ ആ ഭംഗി പോലും അതിനുണ്ടാവില്ല ഉണങ്ങിക്കഴിഞ്ഞാൽ. അതുപോലെയാണ് യുവത്വം. അത് കാണുമ്പോൾ നമുക്ക് വളരെ മനോഹരമായി തോന്നും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം അത് അവസാനിക്കാനുള്ളതാണ്. അല്ലെ, നമുക്ക് പ്രായമായ ആളുകളെ കാണുമ്പോൾ തോന്നും, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ശൈത്താൻ തോന്നിപ്പിക്കും,
ഇവരൊക്കെ ജനിച്ചപ്പോൾ തന്നെ എങ്ങനെ ആയിരുന്നു എന്ന്. അങ്ങനെയാണ് നമ്മളൊരു അവസ്ഥ. അവരോടുള്ള സമീപനവും അതുപോലെ അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നുന്ന തോന്നലുമൊക്കെ നമ്മളെ പ്രവൃത്തികളും വാക്കുകളും കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണ്? നമ്മളെന്നും ഇതുപോലെ ജീവിക്കാനുള്ളവരും ഇവരൊക്കെ എന്നും ഇതുപോലെ വയസ്സന്മാരായി ജനിച്ചു വളർന്നവരുമാണ് എന്ന് തോന്നിപ്പോവും. അല്ല, അവരൊക്കെ നമ്മളെപ്പോലെ യുവാക്കളായി പിന്നീട് വൃദ്ധന്മാരായതാണ്. അതുപോലെ നമുക്കും പോകാനുള്ളതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, മാ ശബ്ബഹ്തു ശബാബ ബിഷൈഇൻ ഇല്ലാ മാ ശബ്ബഹ്തു ശബാബ ഇല്ലാ ബിഷൈഇൻ കാന ഫീ കുമ്മി സുമ്മ സഖത്ത്. യുവത്വത്തെ എനിക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ വസ്തു, ഒരു കാര്യമായിട്ടാണ്. എന്താണ്? കുമ്മ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പോക്കറ്റിൽ സാധനങ്ങൾ വെക്കുന്ന പോലെ, പണ്ട് കാലത്ത് പോക്കറ്റില്ല, നേരെ മറിച്ച് അവരുടെ കയ്യിൻ്റെ ഈ ഭാഗത്തിനാണ് കുമ്മ് എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സാധനങ്ങൾ എടുത്തു വെക്കാൻ എനിക്കറിയില്ല. പോക്കറ്റ് പോലെ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതല്ല ഈ ഭാഗത്ത് തന്നെ വെറുതെ വെച്ച് പൊതിഞ്ഞു വെക്കുന്നതാണ്, അല്ലാഹു അലം. അങ്ങനെ ഒരു വസ്തു ഈ കുപ്പായത്തിൽ കൊണ്ട് നടക്കുകയും സുമ്മ സഖത്ത്, അത് വീണുപോയി. അതാണ് യുവത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ പോക്കറ്റിൽ നിന്ന് വീണ് പോകുക എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് സമയം, അത്ര മാത്രമേ ഉള്ളൂ യുവത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. ഫീമ അബുല, എന്ത് ചെയ്തുകൊണ്ടാണ് ഈ പ്രായം കഴിച്ചു കൂട്ടിയത് എന്ന ചോദ്യം ഉണ്ടാകും. അല്ല, ഇത് കഴിച്ചു കൂട്ടാൻ ഏറ്റവും നല്ല കാര്യം എന്താണ്? ഇബാദത്ത്. അല്ല, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. ഒരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതപ്പെടും ഒരു യുവാവിനെക്കുറിച്ച്, മിൻ ഷാബിൻ ലൈസ ലഹു സ്വബുവ, സ്വബുവത്തില്ലാത്ത ഒരു യുവാവ്. എന്താ സ്വബുവത്ത് എന്ന് പറഞ്ഞാൽ? സ്വബുവത്ത് എന്ന് പറഞ്ഞാൽ കുട്ടിക്കളി എന്ന് പറയാം നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ. അതായത് നമ്മുടെ പ്രായക്കുറവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങൾ, അത് നമ്മുടെ ശഹവത്തുകളുടെ കാര്യത്തിലുണ്ടാവാം, മുതിർന്നവരോടുള്ള പെരുമാറ്റത്തിലുണ്ടാവാം, ഇബാദത്തിൽ കാണിക്കുന്ന വീഴ്ചകളുണ്ടാവാം, പ്രായത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ കാണിക്കുന്ന വിഡ്ഢിത്തം, അതിനാണ് സ്വബുവത്ത് എന്ന് പറയാം. അത് ഇല്ലാത്ത യുവാക്കളുടെ കാര്യത്തിൽ അള്ളാഹു അത്ഭുതപ്പെടുന്നു. അള്ളാഹുവിൻ്റെ അത്ഭുതം നമ്മുടെ അത്ഭുതം പോലെയല്ല. നമ്മുടെ അത്ഭുതം എന്താണ്? ഒരു കാര്യം കണ്ടിട്ട് അതിൻ്റെ കാരണം അറിയാത്തത് കാരണം ഉണ്ടാകുന്ന ആ ജഹലാണ് ശരിക്കും അത്ഭുതം എന്ന് പറയുന്നത്. പക്ഷെ അള്ളാഹുവിൻ്റെ അത്ഭുതം അതല്ല. എന്തായാലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് അതെന്ന് ഉറപ്പിക്കാം. അപ്പം അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇങ്ങനെയുള്ളൊരു യുവാവ് എന്ന് പറയുന്നത്. സാധാരണ യുവാക്കൾക്ക് സംഭവിക്കുന്ന തെറ്റുകളിലേക്കൊന്നും പോകാതെ നേരെ ജീവിച്ചു പോവുക എന്നുള്ളത്, ഇബാദത്തിൽ മുഴുകുക എന്നുള്ളത്. അടുത്ത ചോദ്യം, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അവൻ്റെ സമ്പത്തിനെക്കുറിച്ച്, അതെങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു, രണ്ടും ചോദിക്കപ്പെടും. വഅൻ ഇൽമിഹി മാദാ അമില ഫീഹി, അവൻ്റെ ഇൽമിനെക്കുറിച്ച് ചോദിക്കും, ആ ഇൽമു കൊണ്ട് എന്ത് അമലാണ് ചെയ്തത് എന്ന കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചാണ് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനെന്ത് പറയും എന്നുള്ള ചിന്തയാണ് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഹദീസ്, ഇങ്ങനെ പേടിച്ച, വേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ പേടിച്ച് സ്വന്തം നഫ്സിനെ അതിൻ്റെ ഹവയിൽ നിന്ന് തടഞ്ഞ് വലിയ പ്രതിഫലം കിട്ടിയ ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 7 ആളുകളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നാളെ അള്ളാഹു തണൽ നൽകുന്ന പരലോകത്ത് സൂര്യൻ തലക്ക് മുകളിൽ വരുന്ന സമയത്ത് തണൽ കൊടുക്കുന്ന 7 പേരെക്കുറിച്ച്, 7 വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഷാബുൻ വറജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, ഒരു സ്ത്രീ ഭംഗിയും അതുപോലെ ഉന്നത സ്ഥാനവുമുള്ള ഒരു സ്ത്രീ ഫാഹിഷത്തിന് ക്ഷണിച്ചപ്പോൾ ഖാല വറജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഹറാമിൽ നിന്ന് വിട്ടുനിന്നു. ആലോചിച്ച് നോക്കൂ. അല്ല, ഇപ്പം അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഹറാമുകൾ അന്വേഷിച്ച് നടക്കുകയും അള്ളാഹുവിൻ്റെ ഈ നിരീക്ഷണം, അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ ജീവിക്കുകയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, നമ്മളെ ഇങ്ങനെയുള്ള ഫിത്നകളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ റബ്ബിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ നിരീക്ഷണം, അതുപോലെ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ആ നൃത്തം, അതിനെക്കുറിച്ചൊക്കെ ബോധത്തോടു കൂടി ജീവിച്ച ആളുകളെക്കുറിച്ചാണ് അള്ളാഹു തആല ഇവിടെ പറഞ്ഞത്. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. ഇനി ഒരു ചോദ്യം ഇവിടെ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ തോന്നാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ മനസ്സിൽ അങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പല സൂറത്തുകളും ഓതുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്, സ്വർഗാവകാശികളെക്കുറിച്ചും നരകാവകാശികളെക്കുറിച്ചും പറയും. അപ്പോൾ ആ പറയുന്ന ആയത്തുകളിലൊക്കെ നരകാവകാശികൾ എന്ന് പറയുന്നത് കാഫിര്യങ്ങളെക്കുറിച്ചായിരിക്കും. അമ്മാമൻ തൊക വാത്തർ ഹയാത്ത് ദുനിയ, അങ്ങേയറ്റത്തെ ധിക്കാരിയായി ദുനിയാവിൻ്റെ പിന്നാലെ ജീവിച്ചു പോയ ആൾ. അതുപോലെ തന്നെ പല സുഹൃത്തുക്കളിലും കാണാം നരകാവകാശികൾ സ്വർഗാവകാശികൾ രണ്ടായി വേർതിരിക്കുന്നത് കാണാം.
അപ്പോൾ സ്വർഗാവകാശികളെക്കുറിച്ച് പറയുമ്പോൾ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ് അനിൽ ഹവ, പൂർണ്ണമായും സ്വന്തം നഫ്സിനെ ഹവയിൽ നിന്ന് തടഞ്ഞവൻ എന്ന് പറയുമ്പോൾ വലിയ സ്ഥാനമുള്ള, സ്വർഗത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കുറച്ചു കാലം നരകത്തിൽ കടന്ന് പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരെക്കുറിച്ച് എവിടെയും പറയുന്നത് കാണാൻ സാധിക്കില്ല. സ്വർഗാവകാശി, നരകാവകാശി, അതല്ലാതെ സ്വർഗത്തിലും നരകത്തിലും കൂടി പോകുന്ന വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആ സംശയം എനിക്ക് ഇന്നലെയാണ് മാറിയത്. ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒന്ന് നോക്കിയപ്പോഴാണ് അതിനുള്ള ഉത്തരം കിട്ടിയത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് കാണാം, വഫി സുക്കൂത്തി അൻ ഷഅനി സാഹിബി അശ്ശാഇബതൈൻ, രണ്ടും കൂടി അനുഭവിക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, അവരെക്കുറിച്ച് മിണ്ടാതിരുന്നതിൽ ഒരു ഗുണപാഠമുണ്ട്. അതെന്താണ്? തഹ്ദീറുൻ അദീം വ തഖ്വീഫുൻ ലഹും, അവർക്കുള്ള താക്കീതുണ്ട്. എന്താണത്? ഫഇന്ന അംറഹു മുർജഉൻ ഇലല്ലാഹി തആല, അവൻ്റെ കാര്യം അള്ളാഹു നീട്ടിവെച്ചിരിക്കുകയാണ്, അവൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. വലൈസ ലഹു അലൈഹി ദമാൻ, അവന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. സ്വർഗത്തിൽ പോകാം, അള്ളാഹു അവന് പുറത്തു കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം, നരകത്തിലും പ്രവേശിപ്പിക്കാം, നരകത്തിൽ ശിക്ഷിച്ചതിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കാം. അപ്പോൾ അവനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത് അവനെ താക്കീത് ചെയ്യുകയാണ്, അവൻ പേടിക്കാൻ വേണ്ടിയാണ്. ഫല്യഹ്ദർ കുൽ ഹദർ, അങ്ങനെയുള്ളവർ പേടിച്ചു കൊള്ളട്ടെ. വൽ യുബാദിർ ബിത്തൗബത്തിൻ നസൂഹ്, അവൻ എത്രയും പെട്ടെന്ന് നല്ല പരിപൂർണമായ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങിക്കൊള്ളട്ടെ. അല്ലത്തി തുൽഹിഖുഹു ബിൽ മദ്മൂനി ലഹും അന്നജാത്ത് വൽ ഫലാഹ്, വിജയിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ കൂടെ, ഗ്യാരണ്ടിയുള്ള ആളുകളുടെ കൂടെ എത്രയും പെട്ടെന്ന് കൂടിക്കൊള്ളട്ടെ. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മൂന്നാമത്തെ വിഭാഗമായി നിൽക്കണ്ട, നിങ്ങൾ ഇതിൽ ഉറപ്പുള്ള ആളുകളുടെ കൂടെ കൂടിക്കോ എന്ന ഒരു സന്ദേശമാണ് അവരെക്കുറിച്ച് മിണ്ടാതിരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ആയിരിക്കാം എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നഫ്സ് എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു വസ്തുവാണ്. നമ്മുടെ സ്വന്തം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്, അതിനെ നിയന്ത്രിച്ചാൽ നമുക്ക് സ്വർഗം, അത് നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നരകം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞതായി കാണാം, ഖാല ബഅദുൽ ആരിഫീൻ, ആരിഫീങ്ങളായ ചില ആളുകൾ. ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പോൾ സാധാരണ കുറച്ച് വഴിതെറ്റിയ ആളുകളാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ പണ്ട് കാലത്ത് പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്നത് ഇബാദത്ത് കൂടുതലായി ചെയ്യുന്ന, ശർഈയായിട്ടുള്ള ഇൽമ്, ഹലാലും ഹറാമിൻ്റെയും ഇൽമ് അതിൽ മുഴുകുന്നതിനേക്കാൾ കൂടുതലായി, അത് പഠിക്കുന്നതോടൊപ്പം കൂടുതലായി ഇബാദത്തും അതുപോലെ സ്വന്തം അഖ്ലാഖ് നന്നാക്കാനും അതുപോലെ സുഹദ് നേടാനും ഒക്കെ പരിശ്രമിക്കുന്ന ആളുകൾക്കാണ് ആരിഫീങ്ങൾ എന്ന് പറയാറുള്ളത്. അങ്ങനെയുള്ള ചില ആളുകൾ പറഞ്ഞു, ഇൻതഹ സഫറു ത്വാലിബീന ഇല ളഫരി ബി അൻഫുസിഹിം, അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ, അവരുടെ ഈ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും സ്വന്തത്തെ സംസ്കരിക്കാനുള്ള പരിശ്രമങ്ങളുമൊക്കെ എത്തി നിൽക്കുന്നത്, അവസാനം അവരെല്ലാവരും കൂടി കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഇല ളഫരി ബി അൻഫുസിഹിം, സ്വന്തത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്, സ്വന്തത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഫമൻ ളഫിറ ബിനഫ്സിഹി അഫ്ലഹ വ അൻജഹ്, ആരാണോ അവനവനെ പരാജയപ്പെടുത്തിയത്, കീഴ്പ്പെടുത്തിയത്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൻ ളഫിറത് ബിഹി നഫ്സു, ആരെയാണോ അവൻ്റെ നഫ്സ് കീഴടക്കിയത്, ഖസിറ വഹലക്, അവൻ നശിച്ചിരിക്കുന്നു. ഖാല അല്ലാഹു തആല, എന്നിട്ട് അവർ ഈ ആയത്താണ് തെളിവായി പറഞ്ഞത്, ഫഅമ്മാ മൻ തഗ വആഥറ ഹയാത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ ഫന്നഫ്സു തദ്ഉ ഇല തുഗ്യാൻ വഈഥാരിൽ ഹയാത്തി ദുനിയ. ഇവിടെ സ്വർഗാവകാശികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നഹൻ നഫ്സ്, നഫ്സിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നരകാവകാശികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നഫ്സിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ആസറൽ ഹയാത്ത് ദുനിയ, ദുനിയാവിന് പ്രാധാന്യം കൊടുത്തു. എന്തുകൊണ്ടാണ് ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ നഫ്സ് ആഗ്രഹിക്കുന്നതാണ് ദുനിയാവ്. അതുപോലെ നഫ്സ് ആഗ്രഹിക്കുന്നതാണ് തുഗ്യാൻ, ധിക്കാരം എന്ന് പറയുന്നത്. എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം നഫ്സിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വന്തം നഫ്സിനെ നിയന്ത്രിച്ചവൻ വിജയിച്ചു, അതിനെ കയറൂരി വിട്ടവൻ പരാജയപ്പെട്ടു. ഇതും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അവസാനമായി ഈ സൂറത്തിൽ പറയുന്ന വിഷയം, മക്കാ മുശ്രിക്കുകൾ, പരലോകത്തെയും മരണാനന്തര ജീവിതത്തെയും നിഷേധിക്കുന്നവർ, അവർ ചോദിക്കുന്ന മറ്റൊരു പരിഹാസ ചോദ്യം. സൂറത്ത് നബയിൽ പറഞ്ഞതുപോലെ അമ്മ യതസാഅലൂൻ, അവരിങ്ങനെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഈ സംഭവം, എപ്പോഴാണ് അത് സംഭവിക്കുക. അതുപോലെ ഈ സൂറത്തിലും അത് വ്യക്തമായി പറയുകയാണ് മക്കാ മുശ്രിക്കുകളുടെ പരിഹാസത്തെക്കുറിച്ച്. അപ്പോൾ അതും സൂറത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യവും തമ്മിലുള്ള ബന്ധം വ്യക്തമാണ് അല്ലേ? പരലോകത്തിൻ്റെ ഗൗരവവും പരലോകത്തിനുള്ള തെളിവുകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ആ പരലോകത്തെക്കുറിച്ച് നിഷേധികളുടെ സമീപനം അത് പറയാണ്. യസ്അലൂനക അനിസ്സാഅ, അന്ത്യദിനത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അയ്യാന മുർസാഹ, അയ്യാന എന്ന് പറഞ്ഞാൽ മത, എപ്പോൾ, എപ്പോഴാണ് മുർസാഹ. എന്താ മുർസ എന്ന് പറഞ്ഞാൽ? അതാണ് സർഫിൻ്റെ ഗുണം. സർഫിൽ നമ്മൾ ഇനി പഠിക്കും,
ഇസ്മുകളെ കുറിച്ച് പഠിക്കുമ്പോൾ മസ്ദറിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ മസ്ദറാണ് മുർസ എന്നുള്ള വാക്ക്. എന്തിൻ്റെ മസ്ദറാണ്? അർസ എന്നുള്ള ഫിയലിൻ്റെ, അഫ്വൻ മസ്ദറല്ല, ഇസ്മു സമാനാണ്. അപ്പോൾ അഫ് അല എന്ന രൂപത്തിലുള്ള ക്രിയകളുടെ ഇസ്മു സമാൻ മുഫ് അൽ എന്നായിരിക്കും. അതിൽപ്പെട്ടതാണ് അർസ എന്നതിൻ്റെ ഇസ്മു സമാനാണ് മുർസ. അർസ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് നിർത്തി. അപ്പോൾ മുർസ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് നിർത്തുന്ന സമയം. എപ്പോഴാണ്? അന്ത്യദിനത്തിൻ്റെ സമയം എന്നർത്ഥം. എന്തുകൊണ്ടാണ് അർസ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? ചില മുഫസ്സിരീങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലേ, സാധാരണ ഒരു വാഹനം, കപ്പൽ, പ്രത്യേകിച്ച് കപ്പൽ നങ്കൂരം ഇടുന്നതിനാണ് അർസ എന്ന് ഉപയോഗിക്കുക. ഈ പോർട്ടിന് മർസ എന്ന് പറയും. മർസ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ആ പേര് കണ്ടിട്ടുണ്ടാവും. മർസ എന്ന് പറഞ്ഞാൽ കപ്പൽ, ഹാർബറിന് മർസ എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് അന്ത്യദിനത്തെക്കുറിച്ച് ഈ വാക്ക് ഉപയോഗിച്ചത്? അതുപോലെ പർവ്വതങ്ങളെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. വ്യക്തമാണ്, പർവ്വതം അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് അന്ത്യദിനത്തെക്കുറിച്ച് ഇങ്ങനെ ഉപയോഗിച്ചു? അന്ത്യദിനം ആ സമയം വന്ന് അതവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെ അവർ ചോദിക്കുന്നു, ഫീമ അൻത മിൻ ദിക്റാഹ, നീയും അന്ത്യദിനത്തിൻ്റെ സമയം പറഞ്ഞു കൊടുക്കലും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അഥവാ അന്ത്യദിനത്തിൻ്റെ സമയം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല, അത് നിൻ്റെ ജോലിയേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതറിയില്ല. ഫീമ അൻത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ. മുൻതഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പര്യവസാനം, അതിൻ്റെ അവസാനം നിൻ്റെ റബ്ബിലേക്കാണ്. അവസാനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഇൽമിൻ്റെ അവസാനം, അഥവാ അതിനെക്കുറിച്ചുള്ള അറിവ് നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇത് വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. ഖുൽ ഇന്നമ ഇൽമുഹ ഇൻദ റബ്ബി ലാ യുജല്ലിഹ ലിവഖ്തിഹ ഇല്ലാഹു. പറയുക, അന്ത്യദിനത്തെ പറ്റിയുള്ള ഇൽമ് റബ്ബിൻ്റെ അടുക്കലാകുന്നു, അത് സമയമാകുമ്പോൾ അവൻ തന്നെയാകുന്നു കൊണ്ടുവരിക, അവൻ തന്നെയാകുന്നു അത് സംഭവിപ്പിക്കുക. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഇൽമിൽപ്പെട്ടതാണ് ഇൽമുസ്സാഅ, അന്ത്യദിനം എപ്പോഴാണ് എന്നുള്ളത്. അതുപോലെ ഇലൈഹി യുറദ്ദു ഇൽമുസ്സാഅ, അള്ളാഹുവിലേക്കാണ് അന്ത്യദിനത്തെക്കുറിച്ചുള്ള അറിവ് മടക്കപ്പെടുന്നത്. അടുത്ത ആയത്തിൽ ഇനി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലി എന്ന് പറയുന്നത്? അത് നിൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞു, അന്ത്യദിനത്തിൻ്റെ സമയം പറഞ്ഞു കൊടുക്കൽ. അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് എന്താണ് നബിക്ക് ചെയ്യാനുള്ളത്? ഇന്നമ അൻത മുൻദിറു മൻ യഖ്ശാഹ, ആ അന്ത്യദിനത്തെ പേടിക്കുന്ന ആളുകളെ താക്കീത് ചെയ്യുന്നവൻ മാത്രമാകുന്നു താങ്കൾ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ സൂറത്തിൻ്റെ മഖ്സദ് നമ്മൾ പറഞ്ഞു, അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു? രണ്ടാമത്തെ കാര്യം അൽ ഹസ്സു അല അഖ്ദിൽ ഇബ്ര. ഈ സൂറത്തിലും അതുപോലെ ഖുർആനിൽ മൊത്തത്തിൽ പറയുന്ന ആയത്തുകളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളണം. ഇത് കേട്ടാൽ പോരാ, അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാൻ ഉള്ള പ്രോത്സാഹനമാണ് ഈ ആയത്ത്. ഇന്നമ അൻത മുൻദിറു മൻ യഖ്ശാഹ, പേടിക്കുന്നവർക്കുള്ള താക്കീതുകാരനാകുന്നു, ഖശിയത്തുള്ളവരെ താക്കീത് ചെയ്യുന്നവനാകുന്നു താങ്കൾ. എന്തുകൊണ്ടാണ് ഖശിയത്തുള്ളവരെന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും താക്കീത് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഇത് ഉപകാരപ്പെടുക ഖശിയത്തുള്ളവർക്ക് മാത്രമായിരിക്കും. ആ താക്കീത് കൊണ്ട് ഗുണമുണ്ടാവുക അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് മാത്രമായിരിക്കും. അപ്പോൾ ആ താക്കീത് കൊണ്ട് ഗുണമുണ്ടാകുന്ന ആളുകളാവണം നിങ്ങൾ എന്ന ആയത്ത് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഖുർആനും ഹദീസും സുന്നത്തും, അതുകൊണ്ട് ഗുണമുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി ഉണ്ടാകണം. ഇന്നമ അൻത മുൻദിറു മൻ യഖ്ശാഹ, ഇത് പല ആയത്തുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖുൽ ഇന്നമ വമാ തുഗ്നിൽ ആയാതു വന്നുദുറു അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്ത ആളുകൾക്ക് എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഇന്നമ തുൻദിറു മൻ ഇത്തബഅ അദ്ദിക്ർ വഖശിയ റഹ്മാന ബിൽ ഗൈബ്, വിശുദ്ധ ഖുർആൻ പിന്തുടരുന്ന, അള്ളാഹുവിനെ മറഞ്ഞ രീതിയിൽ പേടിക്കുന്ന ആളുകൾക്ക് മാത്രമേ, അവരെ മാത്രമേ താങ്കൾ താക്കീത് ചെയ്യേണ്ടതുള്ളൂ. ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇങ്ങനെയുള്ള പല ആയത്തുകളും കാണാൻ സാധിക്കും. അടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹ. അന്ത്യദിനം കൺമുന്നിൽ കാണുന്ന സമയത്ത്, അത് സംഭവിക്കുന്ന ദിവസം, മുശ്രിക്കുകളുടെ അവസ്ഥ എന്തായിരിക്കും? നിഷേധികളുടെ അവസ്ഥ എന്തായിരിക്കും? ലം യൽബസു, ലബിസ എന്ന് പറഞ്ഞാൽ കഴിച്ചുകൂട്ടി, മക്കസ എന്നൊക്കെ അർത്ഥം, സമയം ചെലവഴിച്ചു. ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹ, ഒരു അശിയ്യത്ത് എന്ന് പറഞ്ഞാൽ അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം, അതാണ് അശിയ്യത്ത് എന്ന്. അസർ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള സമയത്തിനും ഉപയോഗിക്കാറുണ്ട്. അശിയ്യത്ത് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. ളുഹർ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ, അതാണ് ഏറ്റവും വലിയ അർത്ഥം, അശിയ്യത്തിൻ്റെ അർത്ഥങ്ങളിൽപ്പെട്ടത്. ളുഹർ മുതൽ പിറ്റേ ദിവസം ഫജ്ർ വരെയുള്ള സമയം, അതിന് അശിയ്യത്ത് എന്ന് ഉപയോഗിക്കും. വ്യത്യസ്ത അഭിപ്രായങ്ങളല്ല, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്.
അതുപോലെ അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിനും ഉപയോഗിക്കാറുണ്ട്. അഷിയത്തൻ ഔ ലുഹാഹ, അല്ലെങ്കിൽ ഒരു ലുഹാ സമയം. ലുഹാ സമയം എന്ന് പറഞ്ഞാൽ ഫജ്ർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുടങ്ങി അല്പസമയത്തിനാണ് ലുഹാ എന്ന് പറയുക, ലുഹറിൻ്റെ മുമ്പ് അവസാനിക്കുന്ന സമയം. അപ്പോൾ ഇത്രയും സമയം, അസർ മുതൽ മഗ്രിബ് വരെ അല്ലെങ്കിൽ രാവിലെ ഉള്ള ഈ അല്പസമയം, ഇത്രയും കാലമേ അവർ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്നായിരിക്കും അവർക്ക് തോന്നുക അന്ത്യദിനം സംഭവിക്കുമ്പോൾ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അന്ത്യദിനം സംഭവിക്കുമ്പോൾ, അതുപോലെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് മനുഷ്യർ ദുനിയാവിനെക്കുറിച്ച് ചിന്തിക്കും, ദുനിയാവിൽ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ ആലോചിക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകളാണിത്. ഖാലകം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ, സൂറത്തുൽ മുഅ്മിനൂൻ അള്ളാഹു പറഞ്ഞു. അവരോട് ചോദിക്കും, ഭൂമിയിൽ നിങ്ങൾ എത്ര വർഷം കഴിച്ചുകൂട്ടി? ഖാലകം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഞങ്ങൾ ഒരു ദിവസം, ഔ ബഅദ യൗം അല്ലെങ്കിൽ കുറച്ച് സമയം, ഫസ് അലിൽ ആദ്ദീൻ, അല്ല അവരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയാണ്. എത്രമാത്രം ദയനീയമായ അവസ്ഥയായിരിക്കും. അള്ളാഹു നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ. ഒരു ദിവസമേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. ഫസ് അലിൽ ആദ്ദീൻ, എണ്ണിയിട്ടുള്ള ആളുകളോട് നീ ചോദിച്ചു നോക്കൂ എന്ന് അവർ അള്ളാഹിനോട് പറയാണ്. അവർ ഉറപ്പിച്ച് പറയാണ്, ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ഇതാ വേറെ ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചു നോക്കൂ. വളരെ ദയനീയമായി അള്ളാഹുവിനോട് അവർ കെഞ്ചി പറയുകയാണ്, ഒരു ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, അവസരം കിട്ടിയിട്ടില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഖാല ഇല്ല ബിസ്തും ഇല്ല ഖലീലൻ, അള്ളാഹു പറയാം, നിങ്ങൾ കുറച്ച് കാലം തന്നെ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ, ഒരു ദിവസമല്ല, പക്ഷേ കുറച്ച് കാലമേ ഉള്ളൂ. ലോ അന്നക്കും കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് അന്ന് അറിവുണ്ടായിരുന്നെങ്കിൽ, ഈ കുറച്ച് കാലമേ ഉള്ളൂ എന്ന കാര്യം അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അള്ളാഹു തആല അവരോട് പറയും. അപ്പോൾ ദുനിയാവ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇത് ബോധ്യപ്പെടും, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ഇപ്പോൾ ആയുസിൻ്റെ പകുതിയായവരാണ് അധികവും. ഈ പകുതി എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയി, അത് അത്രയും കൂടി ഒന്നുകൂടി തീരും, അത്രയേ ഉള്ളൂ. അത് മാക്സിമം, അതിന് മുമ്പ് ഏത് നിമിഷവും അവസാനിക്കാം. അപ്പോൾ ദുനിയാവിൻ്റെ നിസ്സാരത ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ നിസ്സാരമായ ദുനിയാവാണ് അറ്റമില്ലാത്ത ആഖിറത്തിലെ സുഖങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പരാജയം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൂറത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായ ആ കാര്യം അവസാന ആയത്തുകളിൽ ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്നമ അൻത മുൻദിറു മൻ യഖ്ശാഹ, പരലോകത്തെ പേടിക്കുന്ന ആളുകൾക്കേ താക്കീത് കൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ പരലോകത്തെ പേടിക്കുന്നവരാകണം, എന്നാലേ ഈ കേൾക്കുന്ന ആയത്തുകൾ നിങ്ങൾക്ക് ഉപകരിക്കുകയുള്ളൂ എന്നർത്ഥം. ഇനി ഒരു ചെറിയ ഭാഷാപരമായ സംശയം ഇവിടെ തോന്നാൻ സാധ്യതയുണ്ട്. എന്താണ്? കന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ല അശിയ്യത്തൻ, ഒരു അസർ സമയം, ഔ ദുഹാഹ, അല്ലെങ്കിൽ അതിൻ്റെ ദുഹ. ഇപ്പോൾ ഈ അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ദുഹ ഉണ്ടോ? അതിൻ്റെ ദുഹ എന്ന് പറയുമ്പോൾ അതെങ്ങനെ? ഒന്നുകിൽ ഒരു വൈകുന്നേര സമയം, അല്ലെങ്കിൽ ആ വൈകുന്നേര സമയത്തിൻ്റെ ദുഹ. വെയിൽ അസറിന് അസ്തമയത്തിന് മുമ്പുള്ള സമയമോ? അതിനാണ് അശിയത്ത് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഒരു അശിയത്ത്, അല്ലെങ്കിൽ ആ അശിയത്തിൻ്റെ ദുഹ. ഈ അശിയത്തിൻ്റെ ഉള്ളിൽ ദുഹ ഉണ്ടോ? ഇല്ല. ദുഹ എന്ന് പറഞ്ഞാൽ ഹാഫ് എന്ന് അർത്ഥമൊന്നുമില്ല. ദുഹ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്ന സമയം എന്നർത്ഥം. അല്ല, അത് അറബിയിലൊരു ശൈലിയാണ്. മറ്റ് നമ്മളെ ഭാഷകളിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം, അല്ലെങ്കിൽ ആ വൈകുന്നേരത്തിൻ്റെ അന്നത്തെ ദുഹ. ഏത് ദിവസത്തെ വൈകുന്നേരമാണോ ഇത്, അതേ ദിവസത്തെ ദുഹ. കഅന്നഹും ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാ യൗമി ഹാദിഹിൽ അശിയ്യ, ഈ അശിയ്യത്ത് സമയത്തിൻ്റെ ദിവസത്തെ അന്നത്തെ ദുഹ എന്നർത്ഥം. അപ്പം അങ്ങനെ പ്രയോഗിക്കാറുണ്ട്, എല്ലാ ഭാഷകളിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലാഹു അലം. അപ്പോൾ ഇതാണ് ഈ സൂറത്തിൻ്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള തഫ്സീർ. മുമ്പ് സൂറത്ത് നബയിൽ നമ്മൾ പറഞ്ഞ പോലെ ധാരാളം തഫ്സീറുകൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഈ പറഞ്ഞത് ഒരു കടലിലൊരു തുള്ളി മാത്രമായിരിക്കും. വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്ൻ തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു വർഷം വിശദീകരിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ദർസ് സൂറത്ത് നൂഹ് ഒരു വർഷം വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇൽമ് വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾ വേറൊരാൾ തഫ്സീർ പഠിപ്പിക്കുന്നത് കേട്ടാൽ ചിലപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും, പരസ്പര വിരുദ്ധമായിരിക്കില്ല, പക്ഷേ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ, പുതിയ അറിവ് നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു തആല നമുക്ക് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കാനും അത് പിന്തുടരാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.